السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد رسول الله على آله وصحبه الفائزين برضا الله ما بعد. ബഹുമാനമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സദസ്സിൽ അണിനിരന്ന പണ്ഡിതരെ, താലിമുകളെ, സഹോദരന്മാരെ, ആയത്തുൽപടി ദറസിൻ്റെ വാർഷിക മഹാസമ്മേളനത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു ഇത് സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇത് ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു ദറസിൻ്റെ വാർഷികം പോലെയല്ല ഇപ്പോൾ നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഒരു വലിയ സ്ഥാപനത്തിൻ്റെ, ഒരു അറബി കോളേജിൻ്റെയൊക്കെ സമ്മേളനം പോലെ വിപുലമായ ഒരു സമ്മേളനമായിട്ടാണ് നമുക്ക് ഈ സമ്മേളനം അനുഭവപ്പെടുന്നത്. ഇവിടെ സ്മരിക്കപ്പെട്ടതുപോലെ പൂർവിക കാലത്ത് തന്നെ ദറസിനോടും ഇൽമിൻ്റെ അഹിലുകാരോടും വളരെയധികം മതിപ്പും സ്നേഹവും ബഹുമാനവുമുള്ള ആളുകളാണ് ഈ നാട്ടിലുണ്ടായിരുന്നത് എന്ന്, ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അടുത്ത് അറിയപ്പെടുന്ന രണ്ട് ദർസാണ്. ഒന്ന് ആലത്തൂർപ്പടി ദർസും മറ്റൊന്ന് കോടങ്ങാട് ദർസും. ഇത് രണ്ടും രണ്ട് കോളേജുകളെ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ വർഷം തോറും 20-30 കുട്ടികൾ ഇവിടെ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി മറ്റ് കോളേജുകളിലേക്ക് പോകുന്നുണ്ട്. സാധാരണ നിലയിലുള്ള ഒരു ജൂനിയർ കോളേജിൽ നിന്നോ മറ്റോ ഒക്കെ വർഷം തോറും ഇത്ര ആളുകൾ തന്നെ, ഇതിലധികം ആളുകളൊന്നും ഉണ്ടാകാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ദർസ് സമ്മേളനമല്ല, ഇതൊരു കോളേജിൻ്റെ വാർഷിക സമ്മേളനമായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഈ ദർസ് എന്ന് പറഞ്ഞ പള്ളി ദർസ് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുമുണ്ട്. അന്ന് മുതൽ ആ കാലത്തൊക്കെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന അറബികൾ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ ഒക്കെ തുടങ്ങി ഇവിടെ വന്ന അറബ് നാട്ടിൽ നിന്നും മറ്റുമൊക്കെ ഇവിടെ വന്ന് ദീനി പ്രബോധനം നടത്തിയിരുന്ന ആളുകൾ അതിനുപയോഗിച്ചിരുന്നത് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ അവർ തിരഞ്ഞെടുത്ത മാർഗം പള്ളികളിൽ കൂടിയാണ്. പള്ളികളിൽ കൂടി ആണ് അവരെ ഈ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഓരോ രാജ്യത്തും മഹല്ലുകളായി തിരിഞ്ഞുകൊണ്ട് അവിടെ ഒത്തുകൂടാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി കേന്ദ്രീകരിച്ച് ആ നാട്ടിലുള്ള മുസ്ലിങ്ങൾ, അവിടെ പുതുതായി വരുന്ന മുസ്ലിങ്ങൾ, അവരൊക്കെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തത് ഈ പള്ളികൾ മുഖേനയാണ്. കുറേ കാലങ്ങൾ അങ്ങനെ തന്നെ നിലനിന്ന് പോന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് നമുക്ക് ഇവിടെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയുള്ള വ്യക്തികളും, അതുപോലെയുള്ള കോഴിക്കോട് ഖാദിമാർ, പൊന്നാനി മഖ്ദൂമുകൾ, ഇവരൊക്കെ വ്യക്തികളായിക്കൊണ്ടാണ് ഇവിടെ ദീനി പ്രബോധനം നടത്തിയത്. ഒരു വ്യക്തികൾ അവർ പുതിയ ഇസ്ലാമിലേക്ക് ഇസ്ലാം ആകർഷിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് വന്നിരുന്ന മുസ്ലിം സഹോദരന്മാർക്ക് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുകയും കലിമ ചൊല്ലി കൊടുക്കുകയും ഒക്കെ ചെയ്തത് അതൊക്കെ വ്യക്തികളാണ്. നമുക്കിവിടെ സംഘടനാപരമായ ദീനി പ്രവർത്തനം കാണാൻ കഴിയുന്നത് ഏതാണ്ട് 1921 21
ഇവിടെ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ആ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് ചില ആളുകൾ തെക്കൻ കേരളത്തിലേക്ക് മാറി താമസിക്കുകയും ബ്രിട്ടീഷ് ലഹള പുറപ്പെട്ടപ്പോൾ അവർ പ്രാണരക്ഷാർത്ഥം എന്ന് തന്നെ പറയട്ടെ ഇവിടെ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് മാറി താമസിച്ചു. അവിടെ ഈ കുട്ടി രാജാക്കന്മാർ ഓരോ പ്രദേശങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ ലഹളയില്ല. അങ്ങനെ അവിടെ വെച്ച് അവർ പുതിയ ആശയങ്ങൾ നജദിൽ നിന്നും മറ്റുമൊക്കെ ലഘുലേഖകളും മറ്റും വരുത്തി അത് പഠിച്ച് പുതിയ ആശയങ്ങൾ പഠിച്ച് അവർ ലഹള തീർന്നപ്പോൾ തിരിച്ചു വന്നു. ആ വന്നപ്പോൾ ഇവിടെ ആ പുതിയ ആശയവുമായിട്ടാണ് ഇവിടെ നിന്ന് പോയവർ തിരിച്ചു വന്നത്. അങ്ങനെ ആ പുത്തൻ ആശയം ഇവിടെയുള്ള പാവപ്പെട്ട നല്ല നിഷ്കളങ്കരായ ആളുകളുടെ ഇടയിൽ അത് പരത്തി, അത് പറഞ്ഞ് പഠിപ്പിച്ച് അത് വ്യാപകമായി. ഈ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ അതിന് തടയിടാൻ എന്ന നിലക്ക് ഈ നില തുടർന്നാൽ കേരളത്തിൽ ബിദ്അത്ത് അധികരിക്കും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ സ്വഭാവം തന്നെ ഇവിടുന്ന് എടുത്തു മാറ്റപ്പെടും. അതുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്നവർ ഒരു കൊല്ലം വെച്ച് ആലോചന നടത്തിയിട്ടുണ്ട്. 1925 ഈ ആലോചന തുടങ്ങുകയും മുഷാവറ നടക്കുകയും ചെയ്ത് 26 അവർ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതെന്തിനു വേണ്ടി? ഈ പുത്തനാശയത്തെ പ്രതിരോധിക്കുക എന്നതായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊതുജനങ്ങളിൽ പറഞ്ഞ് അവരെ ഉത്ബുദ്ധരാക്കുകയും പുത്തനാശയങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു അന്ന് ആ രൂപീകരിച്ച സമയത്തുണ്ടായിരുന്നത്. അത് പിന്നീട് ആ രൂപീകരിച്ച ആവശ്യം വരുന്ന സമയത്ത് പണ്ഡിതന്മാർ ഒത്തുകൂടും, എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും, അത് നടപ്പിൽ വരുത്തും എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ 1934 ആയപ്പോൾ ആ സംഘടന അതിന് കേരള ജംഇയ്യത്തുൽ ഉലമയാണ് തുടങ്ങിയപ്പോൾ പേരുണ്ടായിരുന്നത്. പിന്നീടാണ് സമസ്ത കൂട്ടേണ്ടി വന്നത്, വേറൊരു കഥയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ 34 അത് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ കൂട്ടായ ഒരു ശ്രമം, ഒരു പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഇത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ്. അന്ന് മുതൽ ഇവിടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വലിയ പ്രവർത്തനങ്ങൾ പിന്നീട് അങ്ങനെ 1930 അങ്ങനെ കഴിഞ്ഞു. 45 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം കാര്യവട്ടത്ത് വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മഹാനായ ബാഫക്കി തങ്ങൾ അന്ന് പണ്ഡിതന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ സ്വതന്ത്ര രാജ്യമാകാൻ പോവുകയാണ്. 45 പറയുന്നത്. ഇന്ത്യ സ്വതന്ത്ര രാജ്യമാകാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മതപഠനം നടത്തുന്നത് ഗവൺമെൻറ് ചെലവിൽ നടത്തുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളായ സ്കൂളുകളിൽ വെച്ചാണ്. അന്ന് മതപഠനം നടത്തിയിരുന്നത് ചില ഭാഗങ്ങളിലെല്ലാം സ്കൂളുകളിൽ വെച്ചും മറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം മൊല്ലാക്കന്മാരുടെ ഓത്തുപള്ളികളിൽ വെച്ചുമാണ് മതപഠനം നടത്തിയിരുന്നത്. ചെറിയ കുട്ടികൾക്ക് മതപഠനം നടത്തിയിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായാൽ ഇവിടെ എല്ലാ മതസ്ഥരും ഒരേ മാതിരിയായിരിക്കും, ഒരേ അവകാശമായിരിക്കും. അപ്പോൾ മദ്രസയിൽ വെച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം മതപഠനം നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് മതപഠനം നടത്താൻ മദ്രസകൾ വേണം. അത് സമസ്ത അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ മദ്രസകളെല്ലാം അംഗീകരിക്കണം. എന്നിട്ട് ഒരു മദ്രസ പ്രസ്ഥാനം നമുക്കിവിടെ തുടങ്ങണമെന്ന് ബാഫക്കി തങ്ങൾ 1945 ഇവിടെയുള്ള പണ്ഡിതന്മാരെ ഉണർത്തിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ പണ്ഡിതന്മാർ ഒത്തുകൂടി 1951 മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നത്. അങ്ങനെ മദ്രസ അന്ന് തുടങ്ങി. അത് വളരെയധികം പെട്ടെന്ന് വ്യാപിക്കുകയും അത് വളരെ വിപുലമായ നിലക്ക് അത് വളരുകയും വലുതാകുകയും ചെയ്തു. ഇന്ന് മദ്രസ പ്രസ്ഥാനം
വളർന്നു വലുതായി 1,600 മദ്രസകൾ സമസ്തയുടെ കീഴിൽ തന്നെയുണ്ട്. വേറെ മദ്രസകൾ വേറെയും പലതുമുണ്ട്. അതുപോലെ പള്ളികളിൽ വെച്ച് കുട്ടികൾക്ക് ഉയർന്ന പഠനം നൽകുക. മദ്രസ കഴിഞ്ഞാൽ പിന്നെ പള്ളികളിലായിരുന്നു അന്ന് ആശ്രയിച്ചിരുന്നത്, അറബി കോളേജുകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പള്ളികൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങൾ നൽകി അത് വിപുലമാക്കി. ഇന്നും അത് തുടരുന്നു എന്നതാണ് വസ്തുത. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഇത്രയധികം വിപുലമായ രൂപത്തിൽ എല്ലാ രംഗത്തും നമുക്ക് സംഘടനകളും പ്രവർത്തകരും ഉണ്ട്. യുവാക്കൾക്കുണ്ട്, ചെറിയ കുട്ടികൾക്കുണ്ട്, അതിൽ നിന്ന് മുതിർന്ന വിദ്യാർത്ഥികൾക്കുണ്ട്, പിന്നെ യുവാക്കൾക്കുണ്ട്. അതുപോലെ ഉമറാക്കളും ഉലമാക്കളും ചേർന്ന സംഘടനകളുണ്ട്, പണ്ഡിതന്മാർക്കുള്ള വലിയ സംഘടന ഉണ്ട്, അതിൻ്റെ ഉപസംഘടനകളുണ്ട്. ഇങ്ങനെ നൂറുകണക്കിന് സംഘടനകൾ നമുക്കുണ്ട്. എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ സംഘടന. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് നോക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 1926 രൂപീകൃതമായ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഈ പ്രസ്ഥാനങ്ങളെ എല്ലാം അടക്കി ഭരിക്കുന്നത്. നാം ആയത് യഥാർത്ഥത്തിൽ നാം ഈ രൂപത്തിൽ നമുക്കിവിടെ സംഘടിക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ സനദ് വാങ്ങി പോകുന്ന പണ്ഡിതന്മാരോട് 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോ പള്ളികളിലോ അതല്ലെങ്കിൽ മദ്രസകളിലോ അല്ലെങ്കിൽ അറബി കോളേജുകളിലോ മറ്റോ ഒക്കെ ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലവിധ പ്രതിസന്ധികളും നേരിടേണ്ട ഘട്ടം നിങ്ങൾക്ക് വരും. ആ സമയത്ത് ഒന്നാമതായി ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ദൗത്യം അഥവാ പരിശുദ്ധ ഇസ്ലാമിനെ ഉമ്മത്തിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഉലമാ ഉമറാ 2 വിഭാഗമാണ്. ആ ഉലമാ ഒന്നാമത്തെ വിഭാഗമാണ്. നമ്മളെ സഹായിക്കേണ്ട ബാധ്യതയാണ് ഉമറാവിനുള്ളത്. ആ ഏൽപ്പിച്ച ദൗത്യം അതാണ് ഞാൻ നടത്തുന്നത് എന്നുള്ള ബോധം ഏത് സമയത്തും നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നും നമ്മെ ഈ രൂപത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ മഹൽ പ്രസ്ഥാനമാണ് എന്നുള്ള ബോധം ഒരിക്കലും നിങ്ങൾ മറന്നു കളയരുത്. സമസ്ത അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ മഹത്തുക്കളായ സാദാത്തുക്കളും പണ്ഡിതന്മാരുമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഓരോ കാലത്തുമുള്ള തിരഞ്ഞെടുക്കുന്ന പണ്ഡിതന്മാരും സാദാത്തുക്കളുമാണ് അത് നയിച്ചു പോരുന്നത്. അതിൽ നിന്ന് അണുവളവ് വ്യതിചലിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് സഹോദര ബുദ്ധിയ നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.